കോഡിയാക്കിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയും റിലയബിലിറ്റി പാർട്ട്, സർവീസ് പാർട്ടും കാര്യങ്ങളൊക്കെ. എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയുണ്ട്. പണ്ട് ആ സമയത്ത് ആള് ഇന്ന ബഡ്ജറ്റിൽ എടുക്കാൻ ഏത് വണ്ടിയാണ് നല്ലതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ആശാൻ അതിൽ പോയി കുടുങ്ങിയതല്ല സത്യം പറഞ്ഞാൽ. അത് ഇന്നും ഒരു റൈറ്റ് ചോയ്സ് ആയിരുന്നു എന്ന് ആൾ പറയുന്നുണ്ട്. ആളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സെഗ്മെന്റിൽ പെട്ട നല്ല അതേ പ്രൈസ് റേഞ്ചിൽ ഏതാണ്ട് 40-50 lakhs പ്രൈസ് റേഞ്ചിൽ എടുത്തതായിരുന്നു അന്ന് കോഡിയാക്ക്. അന്ന് 2 ലിറ്റർ ടർബോ ഡീസൽ, അതായത് ഒരു ഭയങ്കര ഫേമസ് എഞ്ചിനാണ്. ഇന്ന് അതില്ല. ഫോക്സ്വാഗൻ ഗ്രൂപ്പിന് പെട്രോൾ എഞ്ചിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പകരമാണ് അവർ ഈ 2 ലിറ്റർ ടർബോ പെട്രോൾ ഇറക്കിയത്. എന്തായാലും അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്റീരിയറിലായാലും എക്സ്റ്റീരിയറിൽ കംപ്ലീറ്റ് ബോഡി ലൈൻസ് കംപ്ലീറ്റ് മാറി. സ്ട്രക്ചറും കൊണ്ട് ഇപ്പോൾ ദൂരെ നിന്ന് കണ്ടാൽ മാത്രം മനസ്സിലാവുന്നല്ലാതെ അടുത്തുനിന്ന് വരുമ്പോൾ ഒരുപാട് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്റീരിയറിൽ സ്വിച്ചസ് എല്ലാം മാറി കുറച്ചും കൂടി സിമ്പിളായി, കുറച്ചും കൂടി എലഗന്റ് ആയി ഇപ്പോഴത്തെ വണ്ടിയുടെ ഇന്റീരിയേഴ്സ്. പഴയത് കുറേയൊക്കെ ഒരു ഫോക്സ്വാഗൻ, ഏതെങ്കിലും ഒരു ഫോക്സ്വാഗൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ തോന്നും. സൈഡിൽ മിറേഴ്സ് ഒക്കെ ശരിക്കും ഫോക്സ്വാഗന്റെ പോളോ എന്നൊക്കെ കുറച്ചും കൂടി വെൻഡോ പോളോ സൈസിൽ നിന്ന് കുറച്ച് എൻലാർജ് ചെയ്തെന്നേ തോന്നുള്ളൂ. പക്ഷേ ഇതല്ല. ഇത് ഒരുപാട് സൈസും ഡിസൈനും ഷേപ്പും തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പറച്ചിൽ എങ്ങനെയെന്ന് വെച്ചാൽ സ്കോഡ ഫോക്സ്വാഗൻ വണ്ടികൾ ഇത്രയൊക്കെ കിലോമീറ്റർ ഓടുമ്പോൾ ഭയങ്കര സർവീസ് ചാർജസ് വരും. അത് പ്രത്യേകിച്ച് ഈ പ്രീമിയം വണ്ടികൾ അങ്ങനെയൊന്നുമല്ല. അത് ഇപ്പോഴും ആൾ കൊണ്ടു കിടക്കുന്നുണ്ട് സർവീസ് ചെയ്തിട്ട്. പുതിയതിലും അങ്ങനെ മോശം ഒന്നായിരിക്കില്ല. പ്രത്യേകിച്ച് പെട്രോളും കൂടി ആകുമ്പോൾ കുറച്ച് മെയിൻ്റനൻസ് പാർട്ടിൽ കുറച്ചുകൂടി ചീപ്പർ ആവും ചെയ്യും. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പുറകിലെ വണ്ടി, 1.41. അതിൽ വലിയ സർവീസ് ചാർജസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ ലക്ഷറി കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ നോർമലി എങ്ങനെയാണോ അത്രയൊക്കെ തന്നെ അതിന് വന്നിട്ടുണ്ട്. ഡീസലിൽ നിന്ന് പെട്രോളിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഡിഫറൻസ് വന്നു എന്ന് ചോദിച്ചാൽ ഒരു ടർബോ പെട്രോൾ ആയതുകൊണ്ട് പെർഫോമൻസ് പാർട്ടിലൊന്നും ഒരു കോംപ്രമൈസും വന്നിട്ടില്ല. കുറച്ചും കൂടി റിഫൈൻഡ് ആയി പെട്രോൾ. ഡീസൽ കുറച്ച് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കുറെ റിഫൈൻഡ് ആണ് വണ്ടി. ഇന്ന് ഇത് എടുക്കോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ 45-50 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടികളിൽ ഇത്രയും പ്രീമിയം, ഇത്രയും കംഫർട്ട് ഉള്ള, ഇത്രയും സ്റ്റെബിലിറ്റിയും പെർഫോമൻസും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന മറ്റൊരു വണ്ടി ഇല്ല. അപ്പോൾ ഈ GST ഇതിലൊക്കെ വന്നിട്ട് ഒരുപാട് പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. അവർ ആദ്യത്തെ ഒരു വർഷം സർവീസ് ഒക്കെ ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട് വണ്ടിയുടെ. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസും ഹാൻഡ്ലിങ്ങും അതുപോലെ കംഫർട്ടും എല്ലാം കൂടി നോക്കുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല SUV ആണ് സ്കോഡ കോഡിയാക്ക്.